Today we'll turn for some time to Mark chapter 9. ഇന്ന് നമ്മൾ കുറച്ച് സമയത്തേക്ക് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് തിരിയുന്നതായിരിക്കും. Mark chapter 9 verse 49 and 50. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 49-ഉം 50-ഉം വാക്യങ്ങൾ. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാലമില്ലാതെ പോയാലോ എന്തെന്നില്ലാതെ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും. The three Gospels, Matthew, Mark, Luke, it talks about this salt concept. മർക്കോസിന്റെയും മത്തായിയുടെയും ലൂക്കോസിന്റെയും ഈ മൂന്ന് സുവിശേഷങ്ങള് ഉപ്പിന്റെ ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. Talks about how we are the salt and we need to be the salt in this world. ഈ മൂന്ന് സുവിശേഷങ്ങളും സംസാരിക്കുന്ന നമ്മള് ഉപ്പാണ്, ഈ ലോകത്തില് ഭൂമിയുടെ ഉപ്പായി നമ്മൾ ആയിരിക്കണം എന്നതിനെ കുറിച്ച്. But this portion in Mark has something unique which is not there in Matthew and Luke. മർക്കോസിന്റെ സുവിശേഷം ഈ ഒരു വേദഭാഗം വളരെ സവിശേഷതയാർന്നാണ്. മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ഇവിടെ കാണുന്നു. Verse 49, for everyone will be salted with fire. 49-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നാം വായിക്കുന്നു, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. This is something we see only in Mark. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു വാക്യമാണ്. So when we read the verse starts with for everyone. When it starts, that for shows when we read for or therefore, that means it's connected to the previous passage. ഇവിടെ മലയാളത്തിൽ എല്ലാവരും അതുകൊണ്ട് എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. മലയാളത്തിലെ ആ ഫോർ എന്ന് ഇംഗ്ലീഷിൽ ഫോർ എന്നുള്ളത് ഇവിടെ ഇല്ല. അതുകൊണ്ട് എന്ന വാക്ക് ഇവിടെ ഇല്ല. So they probably missed it out because it's there in the original Greek. മലയാളം പരിഭാഷയിൽ ആ ഒരു വാക്ക് വന്നിട്ടില്ല. So if you read the previous passage, verses 42 to 48, we can read those verses. ഇതിന്റെ മുന്നിലുള്ള വേദഭാഗം, അതായത് 42 മുതലുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവനേറെ നല്ലത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളയുക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. This passage, it's what we call a term in English, we call it hyperbole. ഈ വേദഭാഗം ഇംഗ്ലീഷ് ഒരു സമുന്നതമായിട്ടുള്ള ഒരു വേദഭാഗം എന്നാണ് പറയപ്പെടുന്നത്. It's like got dramatic illustrations meant to get our attention, to alert us. നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഇതിന് നാടകീയമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ഒരുക്കിയിരിക്കുന്നത്. Verse 42 is a warning that we should not cause young believers to stumble and fall into sin. 42-ാമത്തെ വാക്യം നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. പുതിയ വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തി അവർ വീഴുവാൻ ഇടയാക്കരുതെന്ന്. It says that it's a warning with that the judgment is so high if we cause someone who is young in the faith to stumble and fall. ഇതിന്റെ ന്യായവിധി ഒരു പുതിയ വിശ്വാസിയെ ഇടർച്ച വരുത്തി വീഴ്ത്തുകയാണെങ്കിൽ അതിന്റെ ന്യായവിധി വളരെ വലുതാണ് എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. Especially it's a warning to those who are ahead in the faith, to leaders,
to pastors, to elders, that they have a responsibility of nurturing the younger ones and not causing them to fall. ഇത് പ്രത്യേകിച്ചും വിശ്വാസത്തിൽ ദീർഘനാളായി ഉറച്ചിരിക്കുന്നവർക്ക്, നേതാക്കന്മാർക്ക്, ഇടയന്മാർക്ക് അവരോട് പറയുകയാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ് പുതിയ വിശ്വാസികളെ ഉറപ്പിക്കുവാനും അവരെ നയിക്കുവാനും. അവർക്ക് വീഴ്ചയുണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷാവിധി വലുതായിരിക്കുമെന്ന്. And then in verses 43, 45, 47 it says, we read this, if your hand causes you to sin, cut it off. If your foot causes you to sin, cut it off. If your eyes causes you to sin, pluck it out. 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പിന്നീട് വായിക്കുന്നത്, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയുക, കാലിടർച്ച വരുന്നെങ്കിൽ അതിനെ മുറിച്ച് കളയുക, കണ്ണ് ഇടർച്ച വരുന്നെങ്കിൽ അതിനെ പിഴുത് കളയുക എന്ന കാര്യം വായിക്കുകയാണ്. Again, so as I was saying, this is not to be taken literally. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അക്ഷരാർത്ഥമായിട്ട് എടുക്കരുത്. Otherwise, in people coming to church, we'll see one, or some limbs are missing, one leg and one hand and somebody's eye. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അക്ഷരാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ സഭയിൽ വരുന്ന ആർക്കും തന്നെ അവയവങ്ങൾ ഒന്നും തന്നെ കാണത്തില്ല. ചിലർക്ക് കൈ കാണത്തില്ല, ചിലർക്ക് കാല് കാണത്തില്ല, ചിലർക്ക് കണ്ണ് കാണത്തില്ല. So this is not like sometimes in a medical ward, and sometimes we have patients with gangrene of the foot. So we to prevent it from spreading, we amputate the foot so that it doesn't spread. ഇത് ഹോസ്പിറ്റലിൽ വാർഡുകളിൽ ചിലപ്പോൾ ഈ ശരീരം ദ്രവിച്ചു പോകുന്ന ആ ഒരു അസുഖം ബാധിച്ചവർ, അത് ആ ദ്രവത്വം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി അവയവങ്ങൾ മുറിച്ചു കളയപ്പെട്ട ആ ഒരു അവസ്ഥയിൽ വരും. This is not like that. It's saying that if your hand causes you to sin, we know that like for example, if I slap brother and then I say, oh, actually this hand this hand did it. ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ സഹോദരനെ അടിച്ചിട്ട് കൈ നോക്കി പറയും, ഓ ഇത് എൻ്റെ കൈയുടെ കുഴപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. Or you kick somebody and say, my leg did it. That is, I need to get rid of it. This leg is not obeying what I'm doing. അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ഒരു തൊഴി വെച്ച് കൊടുത്തിട്ട് എൻ്റെ കാലിനെ നോക്കിയിട്ട് പറയുകയാണ്, ഈ കാലാണ് ഇതിന് പ്രശ്നക്കാരൻ, അതുകൊണ്ട് എൻ്റെ കാലിനെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കണം. So this is not what Jesus is trying to tell here. ഇതല്ല യേശു നമ്മളോട് പറയുവാൻ ഇവിടെ ശ്രമിക്കുന്നത്. Now, what he's trying to say is that we should be very radical in our approach with removing sin from our life. യേശു നമ്മളോട് പറയുവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, പാപത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ അതിന് ആ പാപത്തെ എടുത്തു മാറ്റുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇല്ലാത്തവരായിരിക്കണം നമ്മളെന്ന്. And what he's trying to say is that the people of the world who are not genuine believers will not have a problem with sin. അതുപോലെ തന്നെ യേശു ഇവിടെ നമ്മളോട് പറയുന്നത്, ലോകത്തിലുള്ളവർക്ക് അവര് അവിശ്വാസത്തെ സംബന്ധിച്ച് ആത്മാർത്ഥത ഇല്ലാത്തവരാണെങ്കിൽ പാപത്തും അവർക്കൊരു വിഷയമേ ആയിരിക്കത്തില്ല. As it says in Romans chapter 1, it says that they justify what they do wrong as okay, it's fine, it's right. റോമാലേഖനം 1-ാം അധ്യായത്തില് അവിടെ പറയുന്നത് പോലെ പാപത്തെ സംബന്ധിച്ച് അവർ ആ പാപത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. And so they say, okay, it's fine. അവർ പറയാം ഇതിനൊരു കുഴപ്പമില്ല. But what we see in scripture is that what Jesus is saying is that the actions come out from our hands, our legs, our eyes, and a sinner will try to justify all that. തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രവൃത്തി നമ്മുടെ കൈകളിൽ നിന്നും കാലിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ വരും, എന്നിട്ട് അതിനെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കും. If you read Proverbs chapter 6 verse 16 to 19, സദൃശ്യവാക്യം 6-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, Proverbs 6 6-ന്റെ 16 മുതൽ 19 വരെ,
6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു: ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഓഷ്കു പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. See, again, it is a reference for us to see, like it uses the body parts, no? The eyes, the hands, feet. It's like the external manifestation of what is an internal issue. വീണ്ടും ഇവിടെ നമ്മൾ കാണുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത് അകമേ നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കുവാനാണ്. So when you see this list of the different organs that are mentioned there, ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ, when you read that, which do you think is the major problem? Which is the major source of problem here? ഇത് നാം വായിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം എവിടെയാണ്? It's the heart. The heart is the one which is devising the wicked schemes. അത് ഹൃദയമാണ് ദുഷ്ട കാര്യങ്ങള് നിരൂപിക്കുന്നത്. There is in Saudi before and all, they used to have this Sharia law, no? So if you steal something, they'll cut off the hand. സൗദി രാജ്യത്ത് നേരത്തെ ശരീഅത്ത് നിയമം ഉണ്ടായിരുന്നു. നിങ്ങൾ മോഷ്ടിക്കുകയാണ്, നിങ്ങളുടെ കൈ വെട്ടിക്കളയും. So whichever part is doing something wrong, they'll cut it off. ഏത് ശരീരത്തിന്റെ അവയവമാണോ അല്ലെ ഭാഗമാണോ ദോഷകരമായ കാര്യം ചെയ്യുന്നത്, ആ ഭാഗം മുറിച്ചു കളയും. But will that change the nature of the person? അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? No, unless the heart changes, that person won't change. ഒരിക്കലുമില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മാറ്റവും വരത്തില്ല. That's why Jesus says, out of the heart comes. Mark chapter 7 verse 20, he says, what comes out of a man, that is what defiles him. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ യേശു പറയുന്നത്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. So all these things come out. ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. And so if someone is justifying their lifestyle, they're saying, no, this is the way that I am, this is not wrong in my sight, it's someone who's away from the grace of God, will continue living and justifying this, and eventually the end will be in fire. അതിനാൽ ആരെങ്കിലും അവരുടെ ജീവിതശൈലിയെ ന്യായീകരിച്ച് ഇതെന്റെ ജീവിതശൈലിയാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ച് കൃപയിൽ നിന്നും അകന്നു ജീവിക്കുകയാണെങ്കിൽ അവരുടെ അവസാനം അഗ്നി നരകം തന്നെയായിരിക്കും. Sometimes when you read this, you might have a doubt, will I end up in fire? ചില അവസരത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു സംശയം ഉണ്ടാകും, ഞാൻ നരകത്തില് തീയില് എന്റെ ജീവിതം അവസാനിക്കുമോ? Sometimes my hand is sinning, sometimes my leg is sinning, sometimes my eye is sinning. ചില അവസരത്തിൽ എൻ്റെ കൈ പാപം ചെയ്യുന്നു, ചില അവസരത്തിൽ എൻ്റെ കാലുകൾ പാപം ചെയ്യുന്നു, ചില അവസരത്തിൽ എൻ്റെ കണ്ണ് പാപം ചെയ്യുന്നു. A genuine believer is not yet perfected. സത്യസന്ധനായിട്ടുള്ള ആത്മാർത്ഥമായ ഒരു വിശ്വാസി അവൻ പരിപൂർണനാക്കപ്പെട്ടിട്ടില്ല. He is gradually going up to that perfection of Christ. അവൻ പടിപടിയായിട്ട് ക്രിസ്തുവിന്റെ ആ പൂർണ്ണതയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. And sometimes that fall, that sin can be there. ചില അവസരങ്ങളിൽ ആ പാപത്തിൻ്റെതായ വീഴ്ച അവിടെ ഉണ്ടാകാം. But there will be a difference in attitude to sin between a genuine believer and a non-believer. അവിടെ ഈ പാപത്തോടുള്ള മനോഭാവത്തിന് ഒരു ആത്മാർത്ഥ വിശ്വാസിയുടെയും ഒരു അവിശ്വാസിയുടെയും മനോഭാവത്തിന് വ്യത്യാസം വരും. So genuine believer will be very unhappy with sin, will be very unsatisfied with that sin, and will want to be radical with removing that. ഒരു ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസി പാപത്തെ സമീപിക്കുന്നത് ആ പാപത്തെ അവൻ ഗൗരവമായി കണ്ടിട്ട്
അതിൽ നിന്നും പുറത്തു വരുവാൻ അതിനെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കും. And so this is what Jesus was saying so far in verse 48. You need to be radical. If you're not, if it's unbelievers who are continuing and persisting in this lifestyle of sin, then the end is fire. അതുകൊണ്ടാണ് 47-ാമത്തെ വാക്യത്തില് യേശു പറയുന്നത്, നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവസാനം തീയിലായിരിക്കും എന്ന്. But then when he comes to verse 49, he goes from there to say, for everyone will be salted with fire. അതിനുശേഷം യേശു 49-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അതുകൊണ്ട് എല്ലാവരും തീ കൊണ്ട് ഉപ്പിടുമെന്ന്. So it's suddenly broadened to everyone. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരിലേക്കും ഇത് ആക്കപ്പെടുകയാണ്. So this everyone becomes now all inclusive. എല്ലാവരും അതില് ഉൾപ്പെടുകയാണ്. So what it's saying is that everyone, every human being will have to go through some type of fire. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ മനുഷ്യരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീയിലൂടെ കടന്നു പോകേണ്ടി വരും. The fire of God can destroy, the fire of God also refines. ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിൽ നിന്നുള്ള ആ തീയ് നശിപ്പിച്ചും കളയാം, ആ തീയ് ശുദ്ധീകരിക്കുകയും ചെയ്യും. So when it says that everyone will be, salted with fire, it says that everyone will undergo through some kind of fire, depending on what is the status of their relationship with Christ Jesus. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് തീയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ആശ്രയിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും യേശുവുമായിട്ടുള്ള ആ ബന്ധത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. So for those who don't believe, it will be the fire of judgment, where it says verse 48, where the worm never dies and the fire is never quenched. യേശുവിനെ വിശ്വസിക്കാത്തവര് കടന്നു പോകുന്ന ആ തീയെ അത് ന്യായവിധിയായിരിക്കും. 48-ാമത്തെ വാക്യത്തിൽ പറയുന്ന പുഴു ചാകാത്ത തീ കെടാത്തതായിട്ടുള്ള ആ സ്ഥലം. But for disciples, it will be the refining fire of present day trials and sufferings. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ വിശ്വാസി കടന്നു പോകുന്ന ആ പ്രയാസങ്ങളും എല്ലാം അത് ശുദ്ധീകരിക്കുന്ന ഒന്നായിരിക്കും. Some of the translations sort of based on the manuscript they use, they've got an extended expansion to this verse 49. Some of your Bibles, especially the English Bibles, will have it in the footnote, verse 49, where it says, for everyone will be salted with fire. And then it goes on to say, and every sacrifice will be salted with salt. ഓരോ പരിഭാഷയും അവരുപയോഗിക്കുന്ന ആ മൂല പുസ്തകത്തെ ആശ്രയിച്ചാണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ 49-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് എല്ലാവരും തീ കൊണ്ട് ഉപ്പിടപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ നോട്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ യാഗങ്ങളും ഉപ്പിനാല് തീ കൂട്ടപ്പെടും എന്ന്. So especially if you're reading King James, New King James, you will have it in the text where verse 49 says, everyone will be salted with fire and every sacrifice will be salted with salt. പ്രത്യേകിച്ച് നിങ്ങൾ കിങ് ജെയിംസിന്റെ ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഈ രണ്ട് പരിഭാഷ വായിക്കുമ്പോൾ എല്ലാ യാഗവും ഉപ്പിനാല് തീ കൂട്ടപ്പെടും എന്ന് അവിടെ എഴുതിയിരിക്കുന്ന കാണാം. So when we understand that phase, every sacrifice will be salted with salt, now we know it is a reference to the Old Testament, Leviticus chapter 2 verse 13. ഇവിടെ ഈ ഒരു എല്ലാ യാഗവും ഉപ്പിനാല് ഉപ്പ് കൂട്ടപ്പെടും എന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് ലേവ്യ പുസ്തകം 2-ാം അധ്യായം 2 verse 13. Leviticus 2 verse 13. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നറിയാം.
Leviticus 2 verse 13, it says, "You shall season every of your grain offerings with salt. You must not leave the salt of the covenant of your God out of your grain offerings." You are to add salt to each of your offerings. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. You can also read Numbers 18 verse 19. സംഖ്യാപുസ്തകം 18 അധ്യായം 19 വാക്യം. Numbers 18 verse 19. "All the holy offerings that the Israelites present to the Lord, I give to you and to your sons and daughters as a permanent statute. It is a permanent covenant of salt before the Lord for you and your offspring." Numbers 18 verse 19. മക്കളെ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ തീർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ എനിക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമമാകും. Okay, so what does this signify? It signifies this salt, that sacrifice of salt signifies a permanent covenant that God has made with us. ഇത് യാഗത്തില് ഉള്ള ആ ഉപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ദൈവത്തിന്റെ ആ ഉടമ്പടി, നിത്യമായിട്ടുള്ള ആ ഉടമ്പടിയെ സൂചിപ്പിക്കുന്നു. Signifying what God is saying is that, I have made a covenant with you and I'm not going to leave you or forsake you. This is a permanent covenant. ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ നിങ്ങളെ മറന്നു പോവുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഇത് നിത്യമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. And so when we partake of the cup also, it's the cup of the new covenant. It is the new covenant of the permanency that we have through what Christ has done for us. അതിനാൽ നാം പാനപാത്രത്തിൽ പങ്കുചേരുമ്പോൾ അതും നിത്യമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ പുതിയ നിയമത്തിലെ ഉടമ്പടി. And again, what we understand from Romans is that, now in view of what Christ has done, Romans 12 verse 1, is that we have become living sacrifices. റോമാലേഖനം 12 അധ്യായം അതിന്റെ 1 വാക്യം നാം വായിക്കുമ്പോൾ, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ ഒരു ഉടമ്പടിയുടെ പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ ഇത് പുതിയ ഉടമ്പടിയാണ്, ജീവനുള്ള ഉടമ്പടിയാണ്. And when this what verse 49 is saying is that, as living sacrifices, sometimes God will take us through fire. 49 വാക്യത്തില് ഇവിടെ നമ്മോട് പറയുന്നത്, ദൈവത്തിന്റെ ജീവനുള്ള യാഗത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തീയിലൂടെ കടന്നു പോകേണ്ടി വരും. 1 Peter chapter 1 verse 6 and 7. 1 പത്രോസിന്റെ ലേഖനം 1 അധ്യായം 6 7 വാക്യങ്ങള്. And after that we'll read chapter 4 verse 12 and 17. 1 Peter 1 6 and 7. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. See, right now it's like trial of fire, no? It's like trials of different kind. It's like when you put gold through fire to refine it. It says sometimes it's like that. We are going through like a fire, refining fire. The ultimate aim is what? Praise, glory and honor at the coming of Jesus Christ. ഇപ്പോൾ ഇത് നാനാവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന, തീയിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിച്ച് എടുക്കുന്ന ആ ഒരു അനുഭവം. എന്നാൽ ക്രിസ്തുവിന്റെ വരവില് അത് സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും. So what happens is sometimes when you're going through that
fire we cannot understand anything at all. Sometimes it's only at the end when the praise, glory and honor at the revelation of Christ comes that we will make sense of what all is happening. ചില അവസരത്തിൽ നമ്മൾ ഈ തീയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അതിൻ്റെ അവസാനത്തിൽ സ്തുതിയും മഹത്വവും ബഹുമാനവും ക്രിസ്തുവിൻ്റെ വെളിപ്പെടലിൽ നടക്കുമ്പോഴാണ് നമുക്കത് ബോധ്യമാകുന്നത്. And in 1 Peter 4 verse 12 to 17 it's talking about again fiery trials, especially when we bear the name of Christ. 1 പത്രോസിന്റെ 4-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ അഗ്നിശോധനയെ കുറിച്ച് പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. We can read verses 12 to 17. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. That part is also there. For time is for judgment is beginning with the family of God. 17 അത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? So it's saying for believers right now the fire is here. While we are here on this earth we have to go through times of fire. ഇവിടെ പറയുന്നത് വിശ്വാസികളായ നമുക്ക് ആ അഗ്നിശോധന നാം ഇപ്പോഴ് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ആ തീയിൽ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. Sometimes when you look at unbelievers we say that God, they're like it seems that they don't have any issues. They're doing whatever they want and they seem to be enjoying life. ചില അവസരത്തിൽ നമ്മൾ അവിശ്വാസികളെ നോക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവർ തഴച്ചു വളരുന്നു. നമ്മൾ നാനാവിധ ശോധനകളിലൂടെ കടന്നു പോകുന്നു. എന്താണ് എന്ന് നാം ദൈവത്തോട് ചോദിക്കും. But that last verse says it is time for judgment to begin with the family of God, and if it begins with us, what will be the outcome for those who disobey? So the fire we go through is now, but for unbelievers the fire is just coming. 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസികളായ നമുക്ക് ആ ശോധന ഇവിടെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ നമുക്കത് ഇവിടെ ആരംഭിക്കുന്നുവെങ്കിൽ അവിശ്വാസികൾക്ക് വരുവാനുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുവാൻ. So when we are going through the fire of refining, we should not become envious of those who are going to go through the fire of judgment. Rather we should be concerned about them. നമ്മൾ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അത് കടന്നു പോകാത്തവരെ നോക്കി നമ്മൾ ആകുലപ്പെടരുത്. നമ്മൾ അവരെ നോക്കി അസൂയപ്പെടരുത്. മറിച്ച് നമ്മൾ അവരെ കുറിച്ച് ആകുലതയുള്ളവരായിരിക്കുകയാണ് വേണ്ടത്. And so we quickly do the last verse. Salt is good, but if salt loses its saltiness, with what will you season it? ഉപ്പ് നല്ലതാണ്, അതിന്റെ ഉപ്പ് രസം നഷ്ടപ്പെട്ടാൽ എന്തോന്നിനാൽ അതിന് ഉറ കൂട്ടും. How does salt lose its saltiness? എങ്ങനെയാണ് ഉപ്പ് അതിന്റെ ഉപ്പ് രസം നഷ്ടപ്പെട്ടു പോകുന്നത്? We say salt is sodium chloride. So how does sodium chloride stop being sodium chloride? ഉപ്പ് അതിന്റെ കാരം നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ അതിന്റെ ഉപ്പ് രസം പിന്നെ വരും? See, salt does not in its natural state should not. That's why we are using it to preserve other things. ഉപ്പ് സ്വാഭാവികമായിട്ട് അതിന്റെ ഉപ്പ് രസം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ടാണ് മറ്റു വസ്തുക്കളെ സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത്. Pure salt will always taste like pure salt. It won't start tasting like sugar after some time.
ശുദ്ധമായ ഉപ്പ് എപ്പോഴും ഉപ്പ് രസമുള്ളതായിരിക്കും. അത് ഒരിക്കലും കുറച്ച് സമയം കഴിയുമ്പോൾ മധുരമാകാറില്ല. Salt loses its saltiness when it's mixed with impurities. ഉപ്പ് അതിൻ്റെ ഉപ്പ് രസം അശുദ്ധമായിട്ടുള്ളതുമായിട്ട് കൂടിക്കലർന്നു കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. So Israel, they used to get most of their salt from the Dead Sea. And there, very often it will get mixed with a lot of impurity. If that refining is not proper, it will be mixed with a lot of impurity and it doesn't have any saltiness. ഇസ്രായേലിന് ഉപ്പ് ലഭിച്ചിരുന്നത് ചാവുകടലിൽ നിന്നാണ്. അപ്പോൾ അവിടെ അത് ഒരുപാട് അശുദ്ധ, അത് വളരെ ശ്രദ്ധയോടുകൂടി ശുദ്ധീകരിച്ചെടുക്കുന്നില്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളുമായി ചേർന്ന് അതിന് ഉപ്പുരസം ഇല്ലാതെയായിത്തീരും. So if people get this type of salt, it's useless to them, and then what they do is they just throw it on the road or something, to dry up the road, and that's why it says in Matthew, if it's good, then if it loses saltiness, it's good for nothing but to be thrown and for people to trample on it. ഇങ്ങനെ മലിനമായ ഉപ്പ് ആളുകൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർക്കത് ഉപയോഗമില്ലാത്തതിനാൽ അവർ വഴിയിലേക്ക് വലിച്ചെറിയും, ആളുകൾ ചവിട്ടുവാൻ വേണ്ടി. And so to get back that saltiness, God has to refine us. ആ ഉപ്പുരസം തിരികെ കിട്ടുവാൻ വേണ്ടി ദൈവത്തിന് ചില അവസരങ്ങളിൽ നമ്മളെ ശോധന ചെയ്യേണ്ടി വരും. It's like the silversmith who said that, he puts that silver through the fire. And so they asked him, how long will you put this silver into the fire? And that silversmith says, I put it till it becomes so pure that I can see my reflection in that silver. ഒരു സ്വർണ്ണപ്പണിക്കാർ ഒരു തട്ടാന് വെള്ളിയെ അഗ്നിയിൽ ഉരുക്കി ശോധന ചെയ്യുമ്പോൾ ഇത് എത്ര നേരം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ ഈ വെള്ളിയിൽ എൻ്റെ മുഖം തെളിഞ്ഞു കാണുന്നത് വരെയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന്. And so that is the desire of God, where it says, he goes on to say, have salt among yourselves, or some version says, have salt in yourselves and be at peace with one another. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇവിടെ ഈ വാക്യത്തിൽ നാം വായിക്കും, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവര് ആയിരിക്കുവാനും and be at peace with one another. അന്യോന്യം സമാധാനം ഉള്ളവരായിരിക്കുവാനും. So that salt is not an external quality but something that has to be internal, has to come from inside. ഉപ്പ് എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു സവിശേഷതയല്ല, അത് ആന്തരികമായിട്ടുള്ള ഒരു ഗുണനിലവാരമാണ്. അതുകൊണ്ടാണ് അകത്തു നിന്ന് വരണമെന്ന് പറയുന്നത്. And sometimes, because it's not happening from inside, we are not at peace with one another. ചില അവസരങ്ങളിൽ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാത്തത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് സമാധാനത്തിൽ ആയിരിക്കാൻ പറ്റാത്തതിന്റെ കാരണവും അതാണ്. I remember when we went to North India to the mission hospital, we thought that everybody will be very holy and pious, like walking like Mother Teresa in the corridors. But when we saw they were all like this fightings and arguments also happening. We were like, in the mission hospital also is like this. ഞങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി വടക്കേ ഇന്ത്യയിലെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ അവിടെ ഉള്ളവരെല്ലാം ഭക്തന്മാരും വിശുദ്ധരുമായിരിക്കുമെന്ന്. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ വഴക്കും ആക്രോശങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. Because we are basically all fallen, broken people, constantly in need of Christ's grace. കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ വീണുപോയ മനുഷ്യരാണ്. തുടർമാനമായിട്ട് നമുക്ക് ക്രിസ്തുവിന്റെ കൃപ ആവശ്യമായിരിക്കുന്നു. And so God needs to constantly refine us, purify us, sometimes through the fire. അതിനാൽ തുടർമാനമായിട്ട് ദൈവം നമ്മളെ തീയിലൂടെ അഗ്നിശോധന ചെയ്ത് എടുക്കേണ്ടിയിരിക്കുന്നു. So that we'll have salt within ourselves and that we'll be at peace with one with another. അതുവഴി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഉപ്പുണ്ടാകുകയും അന്യോന്യം സമാധാനത്തോടു കൂടി ആയിരിക്കുവാനും കഴിയും. Then the world will see us and see that we are the salt of the earth, when they will know us by our love. അപ്പോൾ ലോകം നമ്മൾ ഭൂമിയുടെ ഉപ്പാണെന്നും നമ്മൾ
that see that we are the salt, when they see that we are the peace also among us and our love, they'll know that we are. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപ്പും സ്നേഹവും ദൈവത്തിന് സ്നേഹമുള്ളവരാണെന്ന് തിരിച്ചറിയും. So when we are going through fiery trials, it's not because God doesn't love us, but it's because God loves us and we are His children and He disciplines His children. അതിനാൽ നമ്മൾ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, നാം അവൻ്റെ മക്കളും അവൻ നമ്മെ നമുക്ക് ശിക്ഷണം തരുന്നത് കൊണ്ടുമാണ്. Christ's ultimate goal for us is not a comfort, but it's that we will be more and more like Him. അത് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മളുടെ സുഖാവസ്ഥയല്ല, മറിച്ച് നാം കൂടുതൽ കൂടുതൽ അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. May He enable us to be the salt and light of this world. ഈ ലോകത്തിൻ്റെ പ്രകാശവും ഉപ്പുമായി തീരുവാൻ അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനുള്ള ഒരു സാവകാശം തന്നല്ലോ. കർത്താവെ അങ്ങേ ആരാധിക്കുവാനും കർത്തൃമേശയിൽ പങ്കെടുക്കുവാനുമുള്ളൊരു കൃപ അവിടുന്ന് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പായിത്തീരുവാനാണല്ലോ. അന്യോന്യം സമാധാനത്തിൽ വസിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അഗ്നിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയേണ്ടത് അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല, അവിടുന്ന് ഞങ്ങളെ കൂടുതൽ ശോഭയുള്ളവരാക്കി തീർക്കുവാനും, കർത്താവെ അവിടുന്ന് ഞങ്ങളെ കൂടുതൽ ഗുണമുള്ളവരാക്കി തീർക്കുവാന്, അതുവഴി ഞങ്ങളുടെ ഉള്ളിൽ ഉപ്പുണ്ടായി ആ ഉപ്പ് ഭൂമിയുടെ ഉപ്പായി തീരുവാനും, അവിടുത്തെ സ്നേഹം ഞങ്ങളിലൂടെ കർത്താവെ പുറത്തേക്കൊഴുകി അന്യോന്യ സമാധാനത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നല്ലോ. കർത്താവെ, ആകയാൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്ന ഈ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത് കേട്ട് വിട്ടുകളയുന്നവരായിട്ടല്ല, കർത്താവെ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അതുമായിട്ട് അധ്വാനിച്ച് കൂടുതൽ കൂടുതൽ കർത്താവെ ഞങ്ങളുടെ ആ ജീവിതത്തെ ശോധന ചെയ്ത് കൂടുതൽ ഓരോ ദിവസവും കൂടുതലായിട്ട് അങ്ങയോട് പറ്റിച്ചേരുവാനും അങ്ങയെപ്പോലെ ആയിത്തീരുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതുവഴി ഞങ്ങളെ കാണുന്നവർ കർത്താവെ ഞങ്ങളെ ഭൂമിയുടെ ഉപ്പായിട്ട് തിരിച്ചറിയുവാന്, കർത്താവെ അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിയുവാന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന ശിക്ഷണം അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, അവിടുന്ന് ഞങ്ങളെ ശോധന ചെയ്ത് അങ്ങേക്ക് കൂടുതൽ കൊള്ളാവുന്നവരാക്കി തീർക്കുവാനാണ് എന്ന് ഞങ്ങൾക്ക് ഉള്ള ആ തിരിച്ചറിവ് അവിടുന്ന് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് അവിടുന്ന് അയച്ചു തന്ന ഈ വചനം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ അങ്ങ് എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ഈ വചനത്തെ മുറുകെ പിടിച്ച് മടങ്ങിപ്പോകുവാനും ആയിരിക്കുന്ന സ്ഥലത്ത് ഭൂമിയുടെ ഉപ്പും പ്രകാശവുമായിട്ട് ജീവിക്കുവാന് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് കൊണ്ടുവന്ന മറ്റു വിഷയങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ പാദപീഠത്തിങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്തോടുകൂടി ഞങ്ങളെ മടക്കി അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, തുടർന്നും അവിടുത്തെ ആ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവേ, ഈ യാചനകൾ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ.